സ്വാഗത സംഘം കൺവീനർ ഷാജു സി സ്വാഗതം പറയുന്നു. സ്വാഗത സംഘം ചെയർമാൻ കെ.ആർ. സുബ്രഹ്മണ്യന്റെ അധ്യക്ഷ പ്രസംഗം. ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് 50ാം വാർഷികാഘോഷം ഈ വേദിയിൽ വെച്ച് നടത്തിയിട്ടാണ് നമ്മൾ പിരിഞ്ഞിട്ടുള്ളത്. അതിന്റെ സമാപന സമ്മേളനം 2019 ഫെബ്രുവരി 5-6 തീയതികളാണ് നടന്നുള്ളത്. അതിനുശേഷം ഒരു 6 വർഷത്തിനിപ്പുറം നമ്മൾ 57ാം വാർഷികം. അന്ന് നടന്നത് സമാപന സമ്മേളനമാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരുപാട് പരിപാടിക്ക് ഇടയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വിപുലമായ സ്വാഗത സംഘം വിളിച്ചു ചേർത്തുകൊണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് വിപുലമായ സ്വാഗത സംഘം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ നാടിന്റെ മുഴുവൻ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ 50ാം വാർഷികം ആഘോഷിച്ചത് ഫെബ്രുവരി മാസമാണ്. ഇന്നിപ്പോൾ എന്തോ യാദൃശ്ചികമായി ഫെബ്രുവരി മാസം എത്തിപ്പെടുന്നു. 2003 ഫെബ്രുവരി 13 നമ്മുടെ ഇപ്പോൾ അന്തരിച്ച പ്രിയങ്കരനായ MT നമ്മുടെ ഗ്രാമത്തെ നേത്രദാന അഭയദാന ഗ്രാമമാക്കി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഫെബ്രുവരി മാസം എങ്ങനെയോ യാദൃശ്ചികമായിട്ട് വന്നുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിപാടികൾ നടന്നു പോകുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ഒക്ടോബർ 22 PRD ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള വീഡിയോ ഡോക്യുമെന്റ് ചെയ്ത് പോയ ശേഷം കഴിഞ്ഞ ജനുവരി 17 ബജറ്റിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ നമ്മുടെ ഗ്രാമത്തെ പറ്റി പരാമർശം ഉൾപ്പെടെ നിങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഈ വേദിയിൽ ഈ സദസ്സിലിരിക്കേണ്ട 100ഓളം ഈ ഗ്രാമത്തിലെ കലാകാരികൾ ഇപ്പോഴും നാളത്തെ പരിപാടിയുടെ റിഹേഴ്സൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരുപാട് വൈകിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഒട്ടും മടി കൂടാതെ ഈ ഗ്രാമത്തിൽ ഈ നേത്രദാന അഭയദാന ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയും ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തി ഈ ഗ്രാമത്തെ പറ്റിയും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അവിടെയും നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ നമ്മുടെ പ്രിയങ്കരായ സിനി ആർട്ടിസ്റ്റ് ഗായത്രി വർഷകളെ ആദ്യമായി ഈ നേത്രദാന അഭയദാന ഗ്രാമത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിലെ ആശംസ സംസാരിക്കുന്നത് ബ്ലോക്ക് മെമ്പറും നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ രക്ഷാധികാരിയായിട്ടുള്ള TP മാധവേട്ടനാണ്. മാധവേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വാർഡ് മെമ്പറും ഈ സ്വാഗത സംഘത്തിന്റെ രക്ഷാധികാരിയുമായുള്ള അൻഡേച്ചി വിളിച്ചിട്ടുണ്ട്. അൻഡേച്ചിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചെറുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും നമ്മുടെ ഈ സ്വാഗത സംഘം സമന്വയ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള TP ശ്രീധരനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 2 പേരുടെ അസാന്നിധ്യത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് നമ്മുടെ പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത തോടാഞ്ചേരിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ PKയും അവർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അസാന്നിധ്യത്തിലും അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ CPMന്റെ പൂവാട്ടറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള MM പ്രസാദ് സാറിനെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പെരുവേൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനറും നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായുള്ള TM ചന്ദ്രശേഖരൻ അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.
വായനശാല സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥൻ അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രഞ്ജിത് കുമാരിയാണ്. രഞ്ജിത് കുമാരിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന് ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ കൂട്ടിയുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള KR സുബ്രഹ്മണ്യൻ അവരാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, സമയം കുറച്ച് വൈകിയതുകൊണ്ടും കാര്യമായിട്ടുള്ള പ്രസംഗങ്ങൾ, കലാപരിപാടികളും ഗാനമേളയും നടക്കാനുള്ളതുകൊണ്ടും അധ്യക്ഷൻ്റെ പ്രസംഗം ഒഴിവാക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രമുഖ നടിയും സാഹിത്യകാരിയുമെല്ലാമായ ഗായത്രി വർഷയെ ക്ഷണിക്കുകയാണ്.